ഈ സീസണിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ അക്ബറാണ് എന്ന് പറയേണ്ടി വരും. അക്ബറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് പലരും രംഗത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഇതാ അക്ബർ അറിഞ്ഞുകൊണ്ട് ജിസേലിൻ്റെ മാറിടത്തിൽ പിടിച്ചു എന്ന് പറഞ്ഞ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അനുവിനെ നോക്കുന്ന രീതി വളരെ മോശമായ രീതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറിനെതിരെ ഒരു ആരോപണം വന്നിരുന്നു. പിന്നെ സ്ത്രീത്വത്തെ അപമാനിക്കാനാണ് രേണുസുധീനെ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വഴിക്ക് അത് വേറെ ഒരു ആരോപണം. ഇപ്പോൾ ഇതാ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് പുതിയതായിട്ട് അക്ബറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. സെപ്റ്റി ടാങ്കിൻ്റെ വിഷയം പിന്നെ അക്ബർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എന്ന് വിചാരിക്കാം. സ്ത്രീത്വത്തെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം അക്ബർ അങ്ങനെ പറഞ്ഞതൊന്നും അല്ല എങ്കിൽ പോലും വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല, ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണെങ്കിലും അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് ആ ഒരു ശിക്ഷ എന്ന രീതിയിൽ ഒരാഴ്ച പുറകെ നടന്നത് മാപ്പ് പറഞ്ഞത് എന്ന് നമുക്ക് വിചാരിക്കാം. ഇത് വളരെ വലിയൊരു ആരോപണമാണ്. ഒരു സ്ത്രീയുടെ മാറിടത്തിൽ കയറി അറിഞ്ഞുകൊണ്ട് പിടിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു ചർച്ചാ വിഷയവും പ്രശ്നവും ആയേക്കാവുന്ന ഒരു വിഷയമാണ്. അക്ബർ ടാസ്കിൻ്റെ ഇടയിൽ കൈ അറിയാതെ അബദ്ധത്തിലൊന്ന് കൊണ്ടതായിരിക്കാം എന്നാണ് അവിടെ ബിന്നി പറയുന്നത്. പക്ഷേ ഒനീൽ സാബു അവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട് അക്ബർ അങ്ങനെ 3-4 തവണ അങ്ങനെ കൈവച്ച് ജിസേലിൻ്റെ മാറിടത്തിൽ പോയി പിടിച്ചു എന്നാണ് ഒനീൽ സാബു അവിടെ വ്യക്തമായി ബിന്നിയുടെ അടുത്ത് പറഞ്ഞത് എന്ന് ബിന്നി ശാരികയുടെ അടുത്ത് പാതിരാത്രിയിൽ പറയുന്നത് ലൈവിൽ കാണിച്ചപ്പോൾ കേട്ടിരുന്നു. ടാസ്ക് നടക്കുന്നത് ഞാനും ലൈവിൽ കണ്ടിരുന്നു. എനിക്ക് ഒരു തരി പോലും ഫീൽ ചെയ്യുന്നില്ല അക്ബർ അങ്ങനെ അറിഞ്ഞുകൊണ്ട് പോയി ഒരാളുടെ ആ ഒരു പെൺകുട്ടിയുടെ മാറിടത്തിൽ പോയി പിടിക്കുമെന്ന്. ഷാനവാസും അക്ബറും അവിടെ തീപ്പൊരി അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവത്തിന് അക്ബറിന് സമയം കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. അക്ബർ അങ്ങനെ ചെയ്തതായിട്ട് ഞാനും വിശ്വസിക്കാൻ തോന്നുന്നില്ല എനിക്ക്. ഇനി അക്ബറിന് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടോ എന്നും എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം എല്ലാ ക്യാമറ ആംഗിളും അത്ര വ്യക്തമായിട്ടൊന്നുമല്ല നമുക്ക് ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു ഗുരുതരമായ ഒരു ആരോപണം ഒരാൾക്ക് നേരെ ഉന്നയിച്ചു കഴിയുമ്പോൾ അയാളത് അറിഞ്ഞുകൊണ്ടും അല്ല മനഃപൂർവ്വം ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രേക്ഷകരിൽ ഉണ്ടാകുന്ന ആ ഒരു ചീത്തയായ ഇമേജ് എത്ര വലുതാണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വിഷയം അവിടെ ഇനിയും ചർച്ചയാകണം. ചർച്ച ആയാൽ മാത്രമേ അക്ബറിന് ഈ ഒരു വിഷയം സംസാരിക്കാൻ അവസരം കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ക്യാമറ ആംഗിൾ വീണ്ടും ചെക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതും ചെക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എന്തായാലും ജിസേലിൻ്റെ ഭാഗത്തു നിന്ന് ജിസേലിൻ്റെ അഭിപ്രായം ഇതാണ്. ജിസേലിന് അങ്ങനെ തോന്നിയിട്ടില്ല, അക്ബർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ മാറിടത്തിൽ സ്പർശിച്ചതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എന്തോ ഒരു കൈ ആ ഭാഗത്തേക്ക് വരുന്നതായിട്ട് ജിസേലിന് തോന്നി. പക്ഷേ അത് ടാസ്കിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും മനഃപൂർവ്വമല്ലാതെ കൈ വന്ന രീതിയിലാണ് ജിസേലിന് തോന്നിയത്. അതുകൊണ്ട് ജിസേലിന് പരാതി ഒന്നുമില്ല എന്ന് പിന്നീട് അടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞെന്ന് ബിന്നി പറയുന്നുണ്ട്. ജിസേലിന് പരാതി ഇല്ലാത്തത്രയും കാലം നമ്മളതിനെപ്പറ്റി വറി ചെയ്യേണ്ട കാര്യമില്ല എന്ന് ബിന്നിയും ശാരികയും സംസാരത്തിനിടെ പറയുന്നുണ്ട്. ഒനീൽ സാബുവാണ് ഇത് വളരെ വീർപ്പിച്ച് വലുതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരുമാതിരി പരദൂഷണം പറയുന്ന കുടുംബശ്രീനേക്കാളും വലിയ ഒരാളായിട്ട് ഇപ്പോൾ ഒനീൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഈ ഒരു ചർച്ചാ വിഷയം വീണ്ടും പൊങ്ങി വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിന് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.